ചില ഒറ്റയ്ക്കുള്ള യാത്രകൾ നല്ലതാണ്. ചിലരെ മനസ്സിലാക്കാനും ചിലരെ നമ്മുടെ കൂടെ ഇല്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാനും. അടുത്താൽ അകലേണ്ടി വരും. അകൽച്ചയാണ് ദുഃഖവും. നമ്മൾ ഉറങ്ങുമ്പോൾ ഉണരുമോ എന്ന് പോലും അറിയില്ല. എന്നിട്ട് നമ്മൾ എന്തിനാ ഉണർന്നിരിക്കുമ്പോൾ അഹങ്കരിച്ചു നടക്കുന്നത്? ആരും തന്നെ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല. മറിച്ച് മനുഷ്യത്വം ഉള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. ഏതൊരു മനുഷ്യനും തിരക്കിലാവുക എന്നത് സ്വാഭാവികമാണ്. ഒറ്റയ്ക്ക് ഒരാൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടാൽ ഒരിക്കലും അയാളെ ഒന്നിച്ചിരിക്കുവാൻ ക്ഷണിക്കരുത്. ഒപ്പം ഇരുന്നിട്ട് നിങ്ങളൊരിക്കൽ എഴുന്നേറ്റ് പോയാൽ പിന്നെ ഒരിക്കലും ഒറ്റയ്ക്കിരിക്കുവാൻ പറ്റാത്തവണ്ണം അയാൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാവും. നമ്മുടെ ലോകം ഒരാളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവരുമുണ്ട്. നിങ്ങൾ നിങ്ങളായിരിക്കുക. അതിൽ സത്യമുണ്ട്, അതിൽ സൗന്ദര്യമുണ്ട്, അതിൽ സന്തോഷമുണ്ട്, അതിൽ സമാധാനമുണ്ട്. തുടക്കം എല്ലാം മനോഹരമായിരിക്കും. പിന്നീട് അവർക്ക് അത് മടുത്തു തുടങ്ങും. എന്നിലെ ആത്മാർത്ഥതയെ ഞാൻ എന്നേക്കുമായി ഒഴിവാക്കുന്നു. എന്താണെന്നറിയില്ല, അതിന് കുറച്ചധികം ഭാരം കൂടുതലാണ്. ആത്മാർത്ഥമായ സ്നേഹം ഒരാളോട് മാത്രമേ തോന്നൂ. തനിച്ചാക്കി പോയവരോട് മറ്റൊരാളിൽ സന്തോഷം കണ്ടെത്തി പകരം വീട്ടുന്നവരുണ്ട്. വേറെ ചിലരുണ്ട്, ഒരു വാശിക്ക് പോലും മറ്റൊരാളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാത്തവർ. തനിച്ചാക്കിയിട്ടും മറക്കാനോ വെറുക്കാനോ കഴിയാത്തവർ. സ്നേഹിച്ചു മതിവരാത്തവർ. ശരിക്കും തനിച്ചായിപ്പോയവർ. മരിച്ചു പോയവരൊന്നും തിരിച്ചു വരില്ലെന്ന് പറയുന്നവർ അത്രയും ആഴത്തിൽ അവരെ സ്നേഹിക്കാത്തതുകൊണ്ടായിരിക്കാം. എല്ലാ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും അവർ ഇല്ലാതെ ആഘോഷങ്ങളിലും അവർ നമ്മോട് കൂടെ തന്നെയുണ്ട്. അദൃശ്യമായും അവരെ കാണുന്നില്ല, സ്പർശിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേയുള്ളൂ. നമ്മളെ തൊട്ടുപോകുന്ന കാറ്റിനു പോലും പ്രിയപ്പെട്ടവരുടെ മണമായിരിക്കും. അതുകൊണ്ട് തന്നെ മരിച്ചുപോയവരൊന്നും അവരുടെ സ്പർശനത്തിലൂടെ നമ്മളോട് സാമീപ്യമറിയിക്കും. ചിലപ്പോൾ ഒരു ദിവസം പണമാണ് വലുത് എന്ന് തോന്നും. പക്ഷേ സമാധാനമാണ് വലുത് എന്ന് കാലം തെളിയിക്കും. ഈ ലോകത്ത് പ്രണയിച്ചു തോറ്റുപോയവരായിരിക്കും കൂടുതൽ. അത്രമേൽ ഭ്രാന്തമായി പ്രണയിച്ച ഒരാൾക്ക് വേണ്ടി മാത്രം. ചില നിമിഷങ്ങൾ അങ്ങനെയാണ്. ഒരിക്കൽ കണ്ടുമുട്ടുന്നവർ പിന്നെ തമ്മിൽ കണ്ടുമുട്ടുമോ എന്ന് പോലും അറിയില്ല. ആ ഒരു മനുഷ്യൻ കീശയിൽ കുറേ പണമുണ്ട്. എന്നിട്ടും ആ മനുഷ്യൻ ഒരിക്കൽ പോലും തൻ്റെ ഇഷ്ടപ്പെട്ട വസ്തു മേടിക്കുന്നില്ലെങ്കിൽ അയാൾ പിശുക്കനായതു കൊണ്ടല്ല അങ്ങനെ ചെയ്യുന്നത്. അത് നമ്മുടെ അച്ഛനാണ്. പലപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ കിടന്ന് വീർപ്പുമുട്ടുന്ന ചിലരെ കണ്ടിട്ടില്ലേ? അവർക്കൊരു സഹായവും ചെയ്തു കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവരോട് അവരുടെ തോളിൽ തട്ടി അങ്ങ് പറഞ്ഞേക്കണം, എല്ലാം ശരിയാകും, നമുക്ക് ശരിയാക്കാം, നമ്മളൊക്കെ ഇല്ലേ കൂടെ. ഒരിക്കലും തളരരുത്. ചിലപ്പോൾ നമ്മൾ അവർക്കൊന്നും ശരിയാക്കി കൊടുത്തില്ലെങ്കിലും അവരാ വാക്കിൽ നിന്നും കിട്ടുന്ന ആത്മവിശ്വാസത്താൽ സ്വയം അങ്ങ് ശരിയായിക്കോളും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ഇനി ഒരിക്കലും നമ്മുടെ അടുത്തില്ല എന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം നെഞ്ചിനകത്തെ വിങ്ങൽ. നമ്മളെ വേണ്ടാത്തവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്തോറും അവിടെ ശ്വാസം മുട്ടുന്നത് കാണാം. സ്നേഹമുള്ളിടത്ത് പിണക്കമുണ്ട്, പിണക്കമുള്ളിടത്ത് ഇണക്കവും. മനുഷ്യരാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നീ അയാൾക്ക് ഇന്ന് പ്രിയപ്പെട്ട ആളാണെങ്കിൽ ചിലപ്പോൾ നീ അയാൾക്ക് നാളെ ഒരു ബുദ്ധിമുട്ടായി മാറും. ബുദ്ധിമുട്ടായി മാറാൻ അധികം സമയം ഒന്നും വേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നേറുക. ഒരു സ്ത്രീയിൽ പുരുഷൻ ആദ്യമായി ശ്രദ്ധിക്കുന്നത് അവരുടെ കണ്ണുകളാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. നമ്മുടെ കണ്ണുകൾ നിറഞ്ഞാൽ, നമ്മുടെ നെഞ്ചൊന്ന് പിടഞ്ഞാൽ നമ്മളെ അറിയുന്ന ഒരാളുണ്ട്, അമ്മ. അമ്മ തരുന്ന ധൈര്യം അത് മറ്റൊരാൾക്കും തരാൻ കഴിയില്ല.
ചേർത്തു പിടിക്കേണ്ട സമയത്തു തന്നെ ചേർത്തു പിടിക്കണം. ഇല്ലെങ്കിൽ പിന്നീടൊരിക്കലും ചേർത്തു പിടിക്കാൻ കഴിയാത്ത ദൂരത്തേക്ക് മാഞ്ഞു പോയേക്കാം. ലോകത്തുള്ളവർക്ക് നിങ്ങളെ മടുത്താലും നിങ്ങൾക്ക് നിങ്ങളെ മടുക്കാൻ അനുവദിക്കാതിരിക്കുക. വന്ന വഴി മറക്കുന്നവരാണ് അധികവും. അത് എത്ര അടുത്ത സുഹൃത്താണെങ്കിലും ബന്ധുക്കളാണെങ്കിലും. അതുകൊണ്ട് തന്നെ വന്ന വഴി മറക്കാതിരിക്കുക. ജീവിതം ഇടയ്ക്കൊന്ന് കരയണം, എങ്കിലേ പുഞ്ചിരിക്ക് ഇത്ര വിലയുണ്ടെന്ന് അറിയൂ. ഇടയ്ക്ക് നഷ്ടം എന്താണെന്നറിയണം, എങ്കിലേ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്ര വിലപ്പെട്ടതാണെന്ന് മനസ്സിലാകൂ. അല്ലെങ്കിൽ സ്നേഹവും ഒരു കാപട്യമായി മാറും. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യനില്ല. അത് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാകുന്നതും ജീവിതം ജീവിതമാകുന്നതും. ജീവിതമാണ് ആര് പോയാലും വന്നാലും ഒന്നും തന്നെ അതിങ്ങനെ ഉരുകിക്കൊണ്ടേയിരിക്കും. എന്നാൽ ചിലർ പോകുമ്പോൾ, ചിലർ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് ഉൾക്കൊള്ളാൻ വിസമ്മതിച്ച് മനസ്സ് പിണങ്ങി മാറി നിൽക്കും. സാരമില്ല എന്ന ഒറ്റ വാക്കുകൊണ്ട് അത്രയേറെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് പോലും എത്ര പെട്ടെന്നാണ് ചിലർക്ക് നമ്മളെ സമാധാനിപ്പിക്കാൻ കഴിയുന്നത്. ഒന്നിനെയും പ്രതീക്ഷിച്ചു ജീവിക്കരുത്. പ്രതീക്ഷകൾ തകർന്നാൽ പിന്നീട് ജീവിക്കാൻ പറ്റണമെന്നില്ല. പഠിക്കുക 100 വാക്കിൽ ഉത്തരം എഴുതാനല്ല, മറിച്ച് ഒരു ചോദ്യമെങ്കിലും തിരിച്ചു ചോദിക്കാൻ. നല്ല നിമിഷങ്ങളെ കരുതി വെക്കുക. ഒരുപക്ഷേ നാളുകളിൽ ഓർക്കാൻ ഓർമ്മകളായി കുറച്ച് സന്തോഷമെങ്കിലും തിരിച്ചു തന്നേക്കാം. എന്നും നമ്മുടെ കൂടെ ആരും ഉണ്ടാവണമെന്നില്ല എന്നത് ഒരു സത്യമാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും കാണും എന്നും കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും. തൻ്റേതായ ഇടം കണ്ടെത്തലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം. തീർച്ചയായും തൻ്റേടം ഒരു ആയുധം തന്നെയാണ്. തൻ്റേതായ ഇടം കണ്ടെത്താൻ നിലപാടുകൾ വേണം. നിലപാടുകൾ എടുക്കാനും അതിലുറച്ചു നിൽക്കാനും ആവശ്യം തന്നെയാണ്. ഒരു കാലം വരെ എല്ലാവരും വർണ്ണപ്പട്ടങ്ങൾ തന്നെയാണ്. പക്ഷേ പിന്നീടങ്ങോട്ട് ആരുടെ കയ്യിലാണോ അതിൻ്റെ ചരടിരിക്കുന്നത്, അതുപോലെ ഇരിക്കും വർണ്ണവും വർണ്ണപ്പകിട്ടും. നമ്മുടെ ജീവിതം സന്തോഷത്തോടെ മുന്നേറാൻ നാം എപ്പോഴും ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായെന്ന് വരില്ല. പുരുഷന്മാരെക്കുറിച്ചുള്ള മാനസികാവസ്ഥകൾ. ഒരു സുന്ദരിയായ പെൺകുട്ടിയുമായി വെറും 5 മിനിറ്റ് സംഭാഷണം ഒരു പുരുഷൻ്റെ മാനസികാരോഗ്യത്തിന് ഗുണം ചെയ്യും. പുരുഷന്മാർ സഹായം ചോദിക്കുന്നത് വെറുക്കുന്നു. ശാരീരികവും വൈകാരികവുമായ ആവശ്യങ്ങൾ തൃപ്തികരമല്ലെന്ന് തോന്നുമ്പോൾ മാത്രമാണ് ആൺകുട്ടികൾ വഞ്ചിക്കുന്നത്. പുരുഷന്മാർക്ക് മറ്റു പുരുഷന്മാരിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ ഇഷ്ടമാണ്. അത് അവരുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നു. പുരുഷന്മാർക്കിടയിലുള്ള സൗഹൃദം പുതുതായി മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. ചിലർ കരഞ്ഞു കാര്യം നടത്തുന്നവരുണ്ട്, മറ്റു ചിലർ ചിരിച്ചു കാര്യം നടത്തുന്നവരുമുണ്ട്. ഇതിനിടയിൽ ഒരു കാര്യവും നടത്താൻ കഴിയാതെ ചിരിക്കണോ കരയണോ എന്നോർത്ത് നടക്കുന്നവരുമുണ്ട്. നമ്മൾ എത്ര തന്നെ ചേർത്തു പിടിക്കാൻ നോക്കിയാലും പോകേണ്ടവരെല്ലാം പോകും. അതിപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വഴിതെറ്റി വന്നവരായാലും നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്തിയവരായാലും. ഈ ലോകത്ത് ഏറ്റവും അപകടം ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് എന്നത് നമുക്ക് ഒരാളോടുള്ള അഡിക്ഷൻ. അത് വളരെ അപകടമായിട്ടുള്ള കാര്യമാണ്. മറ്റൊന്ന് നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരുടെ വേർപാട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.